ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഊർജ്ജ നഗരവികസന മേഖലകളിലെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന ചുവടുവയ്പുകളാണ് ഈ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 15,000-ഓളം അധിക പോളിംഗ് ബൂത്തുകൾ ഒരുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ഇന്ന് 4,505 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,854 പേർ രോഗമുക്തി നേടി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ റഷ്യൻ താരം മെദ്വദേവ് ഫൈനലിൽ. ജോക്കോവിച്ചിനെയാണ് ഫൈനലിൽ മെദ്വദേവ് നേരിടുക. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ഊർജ്ജ നഗരവികസന മേഖലകളിലെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന ചുവടുവയ്പുകളാണ് ഈ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ പദ്ധതികൾ കേരളമെന്ന മനോഹര സംസ്ഥാനത്തെ കൂടുതൽ ശാക്തീകരിക്കുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി വലിയ സംഭാവനകൾ നൽകുന്നവരാണ് മലയാളികളെന്നും അദ്ദേഹം പറഞ്ഞു. We are taking important steps in the development journey of Kerala. The development works starting today are spread across the state. They cover a wide range of sectors. They will power and empower this beautiful state whose people are making rich contributions to India's progress. The 2,000 megawatt state-of-the-art Pugalur-Thrissur high voltage direct current system is being inaugurated today. This is the first HVDC interconnection of Kerala with national grid. പുഗലൂർ തൃശൂർ വൈദ്യുതി പ്രസരണ പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. 5,070 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ പദ്ധതി തൃശൂർ ജില്ലയെ കേരളത്തിന്റെ ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയ സൌരോർജ്ജ ദൌത്യത്തിനു കീഴിൽ നിർമ്മിച്ച 50 മെഗാവാട്ട് ശേഷിയുള്ള കാസർഗോഡ് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തിന്റെ ഹരിതോർജ്ജ ലക്ഷ്യം കൈവരിക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിട്ടു. 94 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കേന്ദ്രം അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂമായി പ്രവർത്തിക്കും. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. നഗരത്തിലെ റോഡുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ് പദ്ധതി. അരുവിക്കരയിലെ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ പ്രതിശീർഷ ജല ഉപയോഗം വർദ്ധിപ്പിക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മഹാകവി കുമാരനാശാന്റെ വരികളും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. ജാതിക്കും മതത്തിനും ഉപരിയായി എല്ലാവർക്കും വികസനം സാധ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും ഈ സർക്കാരിന്റെ കാലയളവിൽ ഊർജ്ജ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനായതായും അദ്ദേഹം പറഞ്ഞു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുതന്നെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് രാവിലെയാണ് ലക്ഷദ്വീപിലെ കവരത്തിയിൽ എത്തിയത്. കോവിഡിന്റെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് അധിക പോളിംഗ് ബൂത്തുകൾ ഒരുക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കേരളത്തിൽ 15,730 അധിക പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കുക. സംസ്ഥാനത്ത് ഇന്ന് 4,505 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,854 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,574 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 6.67% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ ഇടപെടാനായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഞ്ചായത്ത് ദിനാഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 48 അങ്കണവാടികൾക്ക് സ്മാർട്ട് അങ്കണവാടി പദ്ധതി പ്രകാരം കെട്ടിടം നിർമ്മിക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പ് അനുമതി നൽകി. 9 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് ജസ്നയുടെ സഹോദരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേസെറ്റെടുക്കാൻ തയ്യാറാണെന്ന് സിബിഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്ന PSC ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർക്കാരിന് നിർദ്ദേശം നൽകി. സർക്കാർ സ്വീകരിച്ച നടപടികൾ ഉദ്യോഗാർത്ഥികളെ ബോധ്യപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. യുവാക്കൾക്ക് തൊഴിലവസരത്തിന് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെങ്കിലും പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ഉദ്യോഗാർത്ഥികളുടെ സംഘടന വ്യക്തമാക്കി. അതിനിടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് PSC റാങ്ക് ഹോൾഡേഴ്സ് സംഘടനാ പ്രതിനിധികൾ ഗവർണറെ കണ്ടു. റദ്ദായി കഴിഞ്ഞിട്ടുള്ള PSC റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താൻ സാധിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. മാസങ്ങൾക്ക് മുൻപ് റദ്ദായ ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ സർക്കാരിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ ഈ സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി. യാത്ര നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. ഈ മാസം 23-ന് ശംഖുമുഖത്താണ് യാത്രയുടെ സമാപനം. LDF കൺവീനർ A. വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തി. ബിനോയ് വിശ്വം MP നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കോട്ടയം ജില്ലയിലാണ് പര്യടനം നടത്തിയത്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്ര മറ്റന്നാൾ കാസർഗോഡ് നിന്ന് ആരംഭിക്കും. സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചു. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംഘത്തിന്റെ സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. സമിതി ചെയർമാൻ കേന്ദ്ര ജലവിഭവ വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ഗുൽഷൻ രാജ്, കേരളത്തിന്റെ പ്രതിനിധി ജലവിഭവ വകുപ്പ് ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ സെക്രട്ടറി TK ജോസ്, തമിഴ്നാട് പൊതുമരാമത്ത് സെക്രട്ടറി മണിവാസൻ എന്നിവരാണ് 3-അംഗ ഉന്നതാധികാര സമിതിയിലുള്ളത്. ഇപ്പോൾ അണക്കെട്ടിൽ 129.90 അടി വെള്ളമാണുള്ളത്. അണക്കെട്ടിൽ സിമന്റ് പ്രഷർ ഗ്രൌട്ടിംഗ് നടത്താൻ അനുമതി തേടി തമിഴ്നാട് ശ്രമം തുടരുന്നതിനിടെയാണ് ഉന്നതാധികാര സമിതി സന്ദർശനം. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേ എന്നിവിടങ്ങളിൽ സമിതി സന്ദർശനം നടത്തി. അണക്കെട്ടിലേക്ക് വൈദ്യുതി എത്തിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളം നടപ്പാക്കിയെങ്കിലും അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടർ പ്രവർത്തിപ്പിക്കാൻ മാനുവൽ നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇനിയും നടപ്പിലായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഈ മാസത്തെ സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ആരംഭിച്ചു. ഈ മാസം 27 വരെ വിതരണം തുടരും. കേരളത്തിലെ കാലിസമ്പത്തിൽ 6.34% വർധന ഉണ്ടായതായി വെളിവാക്കുന്ന 20ാമത് കന്നുകാലി സെൻസസ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി K. രാജു പ്രകാശനം ചെയ്തു. സെൻസസ് വിവരമനുസരിച്ച് സംസ്ഥാനത്ത് 29 ലക്ഷത്തിലധികം കന്നുകാലികളുണ്ട്. 2,97 ലക്ഷത്തിലേറെയാണ് സംസ്ഥാനത്തെ പോൾട്രി സമ്പത്ത്. ശാസ്ത്രീയ സംഗീതത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ സ്വാതി പുരസ്കാരം ഡോക്ടർ K. ഓമനക്കുട്ടിക്ക്, നാടകത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമായ SL പുരം സദാനന്ദൻ പുരസ്കാരത്തിന് ഇബ്രാഹിം വേങ്ങര അർഹനായി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് ഫൈനലിൽ കടന്നു. സെമിയിൽ ഗ്രീസിന്റെ സ്റ്റെഫാനോസ് സ്റ്റിസിപ്പാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മെദ്വദേവ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. സ്കോർ 6-4, 6-2, 7-5. 9ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചാണ് മെദ്വദേവിന്റെ ഫൈനലിലെ എതിരാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ഊർജ്ജ നഗര വികസന മേഖലകളിലെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന ചുവടുവയ്പുകളാണ് ഈ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 15,000-ഓളം അധിക പോളിംഗ് ബൂത്തുകൾ ഒരുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്ന് 4,505 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,854 പേർ രോഗമുക്തി നേടി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ റഷ്യൻ താരം മെദ്വദേവ് ഫൈനലിൽ, ജോക്കോവിച്ചിനെ ഫൈനലിൽ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.